നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം മാമ മാധ്യമങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ മാധ്യമ സുഹൃത്തുക്കൾ പിണങ്ങുമെങ്കിൽ സാരമില്ല. ശത്രുക്കൾ ഉണ്ടാകുന്നത് സത്യം വിളിച്ച് പറയുമ്പോഴാണ്. കേരളത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വലിയ ആയുധമാക്കി മാധ്യമങ്ങൾ CPM-നെതിരെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയാക്കപ്പെട്ടവരിൽ പ്രധാനി പത്മകുമാറാണ്. അദ്ദേഹം CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പ്രതിയാക്കപ്പെട്ടപ്പോൾ എല്ലാ വിരളുകളും ചൂണ്ടിയത് CPM-ന് നേർക്കാണ്. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് പൊന്നപ്പ എന്നൊക്കെ പറഞ്ഞ് പാട്ടുകളും എഴുതി. പിണറായി വിജയൻ നേരിട്ട് സ്വർണം കട്ടു എന്നുവരെ എഴുതി ചേർത്തു മാധ്യമങ്ങൾ. പക്ഷേ ഇപ്പോൾ രാമൻ്റെ സ്വത്ത് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വൻ കൊള്ള നടന്നിരിക്കുന്നു. 2024 ജനുവരിയിലാണ് രാമക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത്. 2 കൊല്ലം കൊണ്ട് 20 കോടി രൂപയാണ് കട്ടത്. BHPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായ ചമ്പത് റായ്, BHP നേതാവായ അനിൽ മിശ്ര, ക്ഷേത്ര ഭരണ നേതാക്കൾ എന്നിവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്. കട്ടത് അതിവിദഗ്ധമായാണ്. ബാങ്കിലേക്ക് കൊണ്ടുപോകുന്ന നോട്ടുകെട്ടുകളിൽ അധികം നോട്ടുകെട്ടുകൾ തിരികെ കയറ്റും. പിന്നീട് ആ കെട്ടുകൾ എടുത്തു മാറ്റും. കഴിഞ്ഞ 78 ദിവസം ഇത് തകൃതിയായി നടന്നു. പക്ഷേ രാമൻ്റെ സ്വത്ത് മോഷ്ടിച്ചിട്ടും ഒരു വിശ്വാസിക്കും വ്രണപ്പെടുന്നില്ല. മര്യാദക്കാരായ വിശ്വാസികൾ സംഘടിക്കാറില്ല, പ്രതികരിക്കാറില്ല. അവർ തോന്നിയത് മടങ്ങും. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാർ അറസ്റ്റ് ചെയ്തപ്പോൾ CPM തന്നെ കള്ളന്മാരാണ് എന്ന പ്രചരണം നടത്തി ഇവിടുത്തെ മാധ്യമങ്ങൾ. UDF-ഉം BJP-യും അത് ആയുധമാക്കി മാറ്റി. UDF-ന്റെ വലിയൊരു വിജയത്തിന് കാരണമായി തീർന്നതും BJP 3 സീറ്റുകൾ നേടിയതും ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ചുവട് പിടിച്ചാണ്. എന്നാൽ BHPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ചമ്പത് റായ് വലിയ കൊള്ള നടത്തിയിട്ടും അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല. നമ്മുടെ ഇന്ത്യയിലുള്ള പ്രമുഖ മാധ്യമങ്ങൾ, ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ അതേക്കുറിച്ച് പറയുന്നത് അയോധ്യ കൊള്ളയെന്നല്ല, അയോധ്യ സംഭാവന കൊള്ളയെന്നാണ്. എന്തുമാത്രം അതിനെ ലഘൂകരിക്കുന്നു മാധ്യമങ്ങൾ. ക്ഷേത്രം പണിയാൻ വേണ്ടി 5000-ലധികം കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അയോധ്യയിലെ ജീവനക്കാർക്ക് ശമ്പളം 10,000-നും 18,000-നും ഇടയിൽ. പക്ഷേ ഇവരൊക്കെ ആഡംബര ജീവിതമാണ് നയിക്കുന്നത്. ചമ്പത് റായ് BHP നേതാവായി ഉയരുന്നതിന് മുമ്പ് സംഘപരിവാറിൻ്റെ പ്രവർത്തകനായിരുന്നു. പിന്നീട് BJPയുടെ പ്രവർത്തകനായിരുന്നു. അതിനുശേഷമാണ് അയാൾ BHPയുടെ നേതാവായി ഉയർന്നത്. പക്ഷേ സംഘപരിവാറും BJPയും സംഘപരിവാർ നേതാക്കൾക്കും BJP നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് പകൽ പോലെ വ്യക്തം. പക്ഷേ അവരെ കുറ്റക്കാരായി ഒരു മാധ്യമങ്ങളും എഴുതിയിട്ടില്ല. ഇവിടെ TI മധുസൂദനൻ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച വിവാദം V കുഞ്ഞികൃഷ്ണൻ MLA കൊണ്ടുവന്നപ്പോൾ സഖാക്കളെല്ലാം രക്തസാക്ഷികളെ വിറ്റ് തിന്നുന്നവരാണ് എന്നൊരു ആരോപണം മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള മാധ്യമങ്ങളും മീഡിയ വണ്ണും ഏഷ്യാനെറ്റും അടക്കമുള്ള ചാനലുകളുമൊക്കെ ഉയർത്തി. പല വിധത്തിലുള്ള വിശദീകരണങ്ങളും കണ്ടുപിടുത്തങ്ങളും അതിനൊക്കെ ഉണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ളയും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പും ഒക്കെ CPM-നെതിരെ ആയുധമാക്കി മാറ്റി. എന്നാൽ BHPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ചമ്പത് റായ് അയോധ്യ ഫണ്ട് തട്ടിച്ച കഥ, അയോധ്യ ഫണ്ടെന്നും അല്ല ഈ മാധ്യമങ്ങൾ എഴുതുന്നത്, അയോധ്യ വികസന ഫണ്ടെന്നാണ്. അത് തട്ടിച്ച കഥ പുറത്തു വന്നപ്പോൾ ഒരൊറ്റ RSS നേതാവിനെയും ഒരൊറ്റ BJP നേതാവിനെയും ഇതിലേക്ക് വലിച്ചേക്കാതിരിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. BHP RSS-ൻ്റെയും BJP-യുടെയും അനുബന്ധ സംഘടനയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്.
പക്ഷേ ബി എച്ച് പിയുടെ പരിശുദ്ധിയെ തൊടാനൊന്നും മാധ്യമങ്ങൾ തയ്യാറല്ല. ആരും തൊടാൻ തയ്യാറാകുന്നില്ല. RSSനെയും സംഘപരിവാറിനെയും തൊടാൻ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ഭയമാണ്. അത് ശരിയാണ്. അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ പരസ്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ മലയാളത്തിലെ മാധ്യമങ്ങളോ പത്മകുമാറിനെയും TI മധുസൂദനെയും മുന്നിൽ നിർത്തി CPM ഒരു കള്ള പാർട്ടിയാണ് എന്ന് പറഞ്ഞ മലയാളത്തിലെ മുൻനിര മാധ്യമങ്ങൾ അയോധ്യ കൊള്ളയെ എത്രമാത്രം ലഘൂകരിക്കുന്നു എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട്. ദേവസ്വം ബോർഡ് വേണ്ടെന്ന് പറയുന്നവരാണ്, ദേവസ്വം ബോർഡ് വിശ്വാസികൾ ഭരിച്ചോളാം എന്ന് പറയുന്നവരാണ് RSS. ദേവസ്വം ബോർഡ് ഇവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് വലിയ അഴിമതിയൊന്നും ഉണ്ടാകാത്ത. അഴിമതി ഇല്ല എന്ന് പറയുന്നില്ല, എങ്കിലും ദേവസ്വം ബോർഡിലുള്ളതെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് അവരുടെ അക്കൗണ്ടുകൾക്ക് ഒരു സുതാര്യതയുണ്ട്. എന്തായാലും ചമ്പത് റായും അനിൽ മിശ്രയും ഒക്കെ ഈ ശബരിമലയിൽ അയോധ്യയിൽ വലിയ കൊള്ള നടത്തിയപ്പോൾ BHP പോലും പ്രതികരിച്ചിട്ടില്ല. RSSന് പ്രതിഷേധമുണ്ട് എന്ന് മാത്രമാണ് മാധ്യമങ്ങളിൽ കാണുന്നത്. മാധ്യമങ്ങളുടെ ഇരട്ടത്താമ്പാണ് പൊളിറ്റിക്സ് കേരള ചൂണ്ടിക്കാണിച്ചത്. മാധ്യമങ്ങൾ എപ്പോഴും അങ്ങനെയാണ്, ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കും അവർ.